Okay, dear students, good morning. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഡിഡക്ഷൻ ഫ്രം ഗ്രോസ് ടോട്ടൽ ഇൻകം ആണ്. ഓക്കെ, ഡിഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കിഴിവ് എന്നാണ് അർത്ഥം. നമ്മുടെ ഇൻകത്തിൽ നിന്ന് എന്തൊക്കെ കിഴിവാണ് അല്ലെങ്കിൽ എന്തൊക്കെ കൺസെഷൻ ആണ് കിട്ടുന്നത് നമുക്ക് നോക്കാം. നമുക്കെല്ലാവർക്കും കിട്ടുന്ന ഗവൺമെന്റ് എംപ്ലോയീസിന് അവർക്ക് കിട്ടുന്ന കിഴിവുകളും ടാക്സ് കഴിഞ്ഞിട്ട് അവർക്ക് എന്തൊക്കെ അലവൻസ് ആണ് കിട്ടുന്നത് അതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓരോ വിഭാഗത്തിൽ ഓരോ അലവൻസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിൽ ഇപ്പൊ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ ടോട്ടൽ ഇൻകം ആൻഡ് കണ്ടീഷൻസ് ഓഫ് ഡിഡക്ഷൻസ്, പേഴ്സണൽ എക്സ്പെൻഡിച്ചർ, ദെൻ റെസ്പെക്ട് ഓഫ് ഹാൻഡിക്യാപ്പ്. അതായത് ഈ ഒരു വേർഡിലെ റെസ്പെക്ട് ഓഫ് ഹാൻഡിക്യാപ്പ്, അപ്പോൾ നമ്മൾ വികലാംഗർക്ക് കിട്ടുന്ന കൺസെഷൻ അല്ലെ, അതിനെക്കുറിച്ച് നമ്മൾ കുറിച്ച് അറിയണമെങ്കിൽ ഇത്തരം നമ്മൾ ചില പാർട്ടുകളൊക്കെ നമ്മൾ കവർ ചെയ്ത് പോയാലേ നമുക്ക് പ്രാക്ടിക്കൽ നോളജും ഉണ്ടാവുമല്ലോ. കാരണം നമ്മൾ ലൈഫിൽ പ്രാക്ടിക്കലി അറിയേണ്ട കുറേ നോളജാണല്ലോ ഈ ഒരു സെക്ഷൻ വൈസ് നമ്മളിങ്ങനെ മനസ്സിലാക്കി പോകുന്നത് അല്ലേ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് എന്താണ്, പിന്നെ ഒരു ഗവൺമെൻറ് എംപ്ലോയി അദ്ദേഹത്തിൻ്റെ ജോലിയിൽ ഇരിക്കെ ഡെത്തായി പോയാൽ അവർക്ക് കിട്ടുന്ന പെൻഷനും കാര്യങ്ങളും, പിന്നെ അവരുടെ ജോലി ആർക്ക് ട്രാൻസ്ഫർ ചെയ്താൽ ഒരു മൈനറായ കുട്ടിക്ക് കിട്ടുമ്പോൾ എന്തൊക്കെ പ്രൊസീജിയറാണ്, കുറേ കാര്യങ്ങൾ ഡിസ്കസ്. അതിൻ്റെ ഒരു ഭാഗം തന്നെയാണ് എന്ത്, ഡിഡക്ഷൻ ഫ്രം ഗ്രോസ് ടോട്ടൽ ഇൻകം. ഇതിൽ ഡിഡക്ഷൻ എന്ന് പറഞ്ഞാൽ കിഴിവ് എന്നാണ്. അവർക്ക് കിട്ടുന്ന കൺസെഷൻ അല്ലെങ്കിൽ അവർക്ക് ലഭിക്കുന്ന ആ ഒരു കിഴിവ് തന്നെയായി പറയില്ല, അതിന് വേറെന്താ ഒരു പേര് ഇപ്പോൾ പറയാം, കൺസെഷൻ ആണ്, ഒരു പരിഗണന തന്നെയാണ് അല്ലേ. അതെന്തൊക്കെ തരത്തിലാണ് എങ്ങനെയൊക്കെയാണ് നമുക്ക് നോക്കാം. അതിൻ്റെ ജസ്റ്റ് എന്ത് ചെയ്യാം, നമുക്ക് ഒബ്ജക്റ്റീവ്സ് നമുക്ക് നോക്കാം. ഓക്കെ, സ്ട്രക്ചർ, ഒബ്ജക്റ്റീവ്സ്, ഇൻട്രൊഡക്ഷൻ, ഡിഡക്ഷൻ ഫ്രം ഗ്രോസ് ടോട്ടൽ ഇൻകം, ഡിഡക്ഷൻ ടു എൻകറേജ് സേവിങ്സ്. ഓക്കെ, ഇതിൽ ഓരോന്ന് ഡിഡക്ഷൻ ഫോർ സർട്ടൺ പേഴ്സണൽ എക്സ്പെൻഡിച്ചർ. ഇതിൽ ഫസ്റ്റ് തന്നെ കൊടുത്തത് എന്താണ്, ഡിഡക്ഷൻ ഫോർ സർട്ടൺ പേഴ്സണൽ എക്സ്പെൻഡിച്ചർ. പേഴ്സണൽ എന്ന് പറഞ്ഞാൽ വ്യക്തിഗതമായിട്ടുള്ള ചിലവ്, എക്സ്പെൻഡിച്ചർ വ്യക്തിപരമായ ചിലവുകളുടെ ഒരു കിഴിവ് എങ്ങനെയൊക്കെയാണ് വരുന്ന സെക്ഷൻ പറയുന്നത്. ഡിഡക്ഷൻ റെസ്പെക്ട് ഓഫ് മെഡിക്കൽ ഇൻഷുറൻസ് പ്രീമിയം. അതായത് 1961 എന്നുള്ള നമ്മുടെ ഇൻകം ടാക്സ് അല്ലെങ്കിൽ ഗവൺമെൻറ് ടാക്സ് പ്രകാരം സെക്ഷൻ 15(4)(1) മുതൽ സെക്ഷൻ 15(4)(1) മുതൽ 1, 2, 3, 4, 5, 6, 7, 8, 9, 10 വരെ 10 സെക്ഷൻ വരെയുള്ള കൺസെഷൻ അല്ലെങ്കിൽ ഡിഡക്ഷൻ അല്ലെങ്കിൽ കിഴിവ് കിട്ടുന്ന എന്തിൻ്റെ ബേസ് ചെയ്ത കിഴിവാണ്, ഗ്രോസ് ടോട്ടൽ ഇൻകം. ഗ്രോസ് മൊത്ത വരുമാനം, മൊത്ത വരുമാനത്തിൽ നിന്നില്ലേ, ഈ മൊത്ത വരുമാനത്തിൽ നിന്നുള്ള കിഴിവ്, അവർക്കുള്ള ആ കിഴിവ് 8 പോയിന്റ് ആയിട്ടാണ് കൊടുത്തത്. ഫസ്റ്റ് ഈസ് ഡിഡക്ഷൻ ഇൻ റെസ്പെക്ട് ഓഫ് മെഡിക്കൽ ഇൻഷുറൻസിൽ അവർക്ക് എന്ത് കിട്ടുന്നുണ്ട്, കിഴിവ് കിട്ടുന്നുണ്ട്. ഡിഡക്ഷൻ ടു റെസ്പെക്ട് മെയിൻറ്റെയിൻ ഇൻക്ലൂഡിങ് ദ മെഡിക്കൽ ട്രീറ്റ്മെന്റ് ഓഫ് എ ഡിപ്പാർട്ട്മെന്റ് ഹു ഈസ് പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി മീൻസ് എന്താ, എന്തെങ്കിലും പോരായ്മകളുള്ള പേഴ്സൺസ് ഉണ്ടാവും, ഹെൽത്തിൽ എന്തെങ്കിലും ഡിസേബിൾസ് ഉള്ളത് അല്ലേ, കയ്യോ കാലോ അങ്ങനെയുള്ളത്, വികലാംഗരും കൈ ഒടിഞ്ഞല്ല ജന്മന അങ്ങനെ ഡിസബിലിറ്റി ഉള്ള ആൾക്കാരുണ്ടാവില്ല, അവർക്ക് കിട്ടുന്ന മെഡിക്കൽ കൺസെഷൻ. ആൻഡ് ഡിഡക്ഷൻ ഓഫ് റെസ്പെക്ട് ഇൻ മെഡിക്കൽ എക്സ്പെൻസസ് ഫോർ അസസീസ് ഹിംസെൽഫ് ആൻഡ് ഡിപ്പെൻഡഡ് റിലേറ്റീവ് സെക്ഷൻ. ഓക്കെ, അതായത് റെസ്പെക്ട് മെഡിക്കൽ എക്സ്പെൻസസ് ഓഫ് അസസി ഹിംസെൽഫ് ആൻഡ് ഡിപ്പെൻഡഡ് റിലേറ്റീവ്, അതായത് റിലേറ്റീവിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ചില ചിലവുകൾ. ആൻഡ് ഡിഡക്ഷൻ റെസ്പെക്ട് ഓഫ് മെഡിക്കൽ അതായത് മെഡിക്കൽ എക്സ്പെൻസസ്, ഡിഡക്ഷൻ ഇൻ റെസ്പെക്ട് ഓഫ് മെഡിക്കൽ എക്സ്പെൻസ് ഓഫ് അസസി ഹിംസെൽഫ് ആൻഡ് ഡിപ്പെൻഡ് റിലേറ്റീവ് ആൻഡ് റെസ്പെക്ട് ഇൻട്രസ്റ്റ് ലോൺ ഓഫ് ടേക്കൺ ഹയർ എഡ്യൂക്കേഷൻ. അതായത് ചില ആളുകൾ ഹയർ എഡ്യൂക്കേഷന് ലോണൊക്കെ വാങ്ങും അല്ലേ, അതിലുള്ള കിഴിവ്. ഡിഡക്ഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഓഫ് ഹോം ലോൺ, വീടിന് ഇതൊക്കെ എടുക്കുമല്ലോ നമ്മൾ, ഗവൺമെൻറ് എംപ്ലോയീസ് വീടിന് എന്തെടുക്കും, ലോണൊക്കെ എടുക്കും, അപ്പോൾ അതിനെന്തുണ്ടാവും, ഡിഡക്ഷൻ ഉണ്ട്. ഡിഡക്ഷൻ റെസ്പെക്ട് ഇൻ ടേക്കൺ ഓഫ് റെസിഡൻഷ്യൽ ഹൗസ് പ്രോപ്പർട്ടി, അതായത് താമസിക്കുന്ന റെസിഡൻസിൻ്റെ പ്രോപ്പർട്ടിയിലുള്ള കിഴിവ്, അതും എന്താണ്, ഡിഡക്ഷനാണ്. ഡിഡക്ഷൻ ഇൻ റെസ്പെക്ട് ഓഫ് ഇൻട്രസ്റ്റ് ഓഫ് ടേക്കൺ പർച്ചേസ് ഓഫ് ഇലക്ട്രിക് വെഹിക്കിൾ, ഏതെങ്കിലും ഇലക്ട്രിക് വെഹിക്കിൾ അല്ലാതെ വേറെ വെഹിക്കിളൊന്നും പറയുന്നില്ല, ഇലക്ട്രിക് വെഹിക്കിൾ എടുത്താൽ കിട്ടുന്ന ഡിഡക്ഷൻ. ഡിഡക്ഷൻ റെസ്പെക്ട് ഓഫ് പേയ്മെൻറ്റ് ഓഫ് ഹൗസ് റെൻ്റ് എടുക്കുമ്പോൾ കിട്ടുന്ന ഡിഡക്ഷൻ. ഇത് സെക്ഷൻ 80GG, അതായത് സെക്ഷൻ 15(4)(8)ലാണ്. അങ്ങനെ കുറേ സെക്ഷൻ, ഇപ്പോൾ മിസ് എത്രണ്ണം വായിച്ചു, 8 ഡിഡക്ഷൻ വായിച്ചു അല്ലേ, ഹൗസ് റെൻറ്റും വെഹിക്കിളും മെഡിക്കൽ ഇൻഷുറൻസും ഡിസബിലിറ്റി എന്നൊക്കെ പറഞ്ഞ് 8 പോയിന്റ് വായിച്ചു. ഇതൊക്കെ എന്താണ്, നമ്മുടെ ഡിഡക്ഷൻ ഫ്രം ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ 8 പോയിന്റാണ്. അപ്പോൾ ഇതൊക്കെ എസ്സേക്കൊക്കെ വരുമ്പോൾ നിങ്ങൾ മനസ്സിൽ ഓർക്കേണ്ടത്, ഡിസബിലിറ്റി ഡിഡക്ഷൻ ഉണ്ട്, മെഡിക്കൽ ഇൻഷുറൻസിന് ഡിഡക്ഷൻ ഉണ്ട്, ആക്സിഡൻറ്റ് പറ്റിയ ഡിഡക്ഷൻ ഉണ്ട്, ഡിസബിലിറ്റിക്ക്
ഡിഡക്ഷൻ ഉണ്ട്, റെന്റ് കൊടുക്കാൻ ഡിഡക്ഷൻ ഉണ്ട്, വെഹിക്കിൾ, അങ്ങനെ അങ്ങനെ ഓരോന്നോരോന്ന് നിങ്ങളെ മനസ്സിൽ ഇപ്പം തന്നെ നിങ്ങൾ ബൈഹാർട്ടാക്കി വെച്ചാൽ നിങ്ങൾക്ക് സുഖമായിട്ട് എക്സാം എഴുതാൻ പറ്റും കേട്ടോ. ദെൻ ഡിഡക്ഷൻ ഫോർ എൻകറേജിങ് വോളണ്ടറി പാർട്ടിസിപ്പേഷൻ ഇൻ ചാരിറ്റബിൾ ആൻഡ് സോഷ്യലി ഡിറൈബിൾ ആക്ടിവിറ്റീസ്. ഡിഡക്ഷൻ ഓഫ് എൻകറേജിങ് വോളണ്ടറി പാർട്ടിസിപ്പേഷൻ എന്നാൽ അതിൽ ഡിഡക്ഷൻ റെസ്പെക്ട് ഓഫ് ഡൊണേഷൻ ടു സർട്ടൻ ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻ. ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്തെങ്കിലും ക്യാഷ് കൊടുക്കണമെങ്കിൽ അതിലും എന്ത് ഡിഡക്ഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ഓർത്ത് വെക്കുക, ചാരിറ്റി. അപ്പോൾ ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷന് കൊടുക്കുന്ന ഡിഡക്ഷൻ, അങ്ങനെ അങ്ങനെ ഓരോ പോയിന്റ് ഓർത്ത് വെക്കുമ്പോൾ ഓരോന്ന് ഓർത്ത് വെക്കുക കേട്ടോ. കോൺട്രിബ്യൂഷൻ ടു സർട്ടൻ അപ്രൂവ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ, അല്ലെങ്കിൽ അപ്രൂവൽ ആയിട്ടുള്ള ഗവൺമെന്റ് അപ്രൂവലുള്ള ഇൻസ്റ്റിറ്റ്യൂഷന് കൊടുക്കുന്ന പേയ്മെന്റിലുള്ള ഡിഡക്ഷൻ. ഡിഡക്ഷൻ ഓഫ് റെസ്പെക്ട് ഓഫ് കോൺട്രിബ്യൂഷൻ ഗിവൺ ടു പൊളിറ്റിക്കൽ പാർട്ടി, അതെന്തായാലും വേണമല്ലോ. ഓരോ പൊളിറ്റിക്കൽ പാർട്ടീസിനും ചിലപ്പോൾ എന്ത് കൊടുക്കേണ്ടി വരും നമ്മൾ. എക്സാമ്പിൾ ഇപ്പോൾ ബാങ്കിലെ ഗവൺമെൻറ് അതോറിറ്റി വർക്ക് ചെയ്യുന്ന എന്തായാലും അവർക്കൊരു പാർട്ടിയായിട്ട് കണക്ഷൻ ഉണ്ടാവും അല്ലേ. അത് അവർക്ക് എന്ത് ചെയ്യണം, എന്തെങ്കിലും ഒരു പേയ്മെൻറ്റ് കൊടുക്കേണ്ടി വരും. അത് അപ്പോൾ പാർട്ടി പേയ്മെൻറ്റ്. റെസ്പെക്ട് ഓഫ് കോൺട്രിബ്യൂഷൻ ഗിവൺ പൊളിറ്റിക്കൽ പാർട്ടി, ഏത് രാഷ്ട്രീയ ഇതിലാണോ ഏത് പേഴ്സൺ അത് കൊടുക്കേണ്ടത്. നെക്സ്റ്റ് ഡിഡക്ഷൻ ഓഫ് ഫോർ എക്കണോമിക് ഗ്രോത്ത്. എക്കണോമിക് ഗ്രോത്തിൽ ഡിഡക്ഷൻ വരുന്നത് ഏതൊക്കെ സെക്ഷനിലാണ് മിസ് വായിച്ചു തരാം. അതായത് 1 2 3 4 5 6 7 8 9 10 11 പോയിന്റ് ആണ്. അപ്പോൾ ഇതൊക്കെ ഷോർട്ട് എസ്സേ ആണ്, എസ്സേ ആണ്. ഓരോ പോയിന്റ് വായിക്കുമ്പോൾ ശ്രദ്ധിക്കുക. നേരത്തെ തന്നെ മിസ് റിപ്പീറ്റ് ചെയ്ത് 8 പോയിന്റ് മിസ് 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് ശ്രദ്ധിക്കുന്നവർക്ക് മിസ് റിപ്പീറ്റ് ചെയ്ത് പെട്ടെന്ന് മനസ്സിലാക്കുക, മിസ് അന്ന് ക്ലാസ് ഓർമ്മ ഉണ്ട്, അങ്ങനെ അങ്ങനെ എഴുതണം കേട്ടോ ഓരോ പോയിന്റും. ഇപ്പം നമ്മൾ പറയുന്നത് എന്താ, ഡിഡക്ഷൻ ഓഫ് എക്കണോമിക് ഗ്രോത്ത് ആണ്. എക്കണോമിക് ഗ്രോത്തിലുള്ള എന്തൊക്കെ കിഴിവാണ് നോക്കാം. ഒന്ന്, ഡിഡക്ഷൻ ഓഫ് റെസ്പെക്ട് ഓഫ് പ്രോഫിറ്റ് ഫ്രം അണ്ടർടേക്കിംഗ് ഓഫ് എന്റർപ്രൈസസ് എൻഗേജ് ഇൻഫ്രാസ്ട്രക്ചർ ഓഫ് ഡെവലപ്മെന്റ്. അതായത് പ്രോഫിറ്റ് ഫ്രം അണ്ടർടേക്കിംഗ് ഓഫ് എന്റർപ്രൈസസ് എൻഗേജ്, എന്തെങ്കിലും എന്റർപ്രൈസസ് ഒക്കെ ഉണ്ടാവുമല്ലോ, എന്റർപ്രൈസസ് എൻഗേജ് അതിന് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന് വികസനത്തിന് വേണ്ടിയിട്ട് എന്തുണ്ടാവും, ഡിഡക്ഷൻ ലഭിക്കുന്നതാണ്. ഡിഡക്ഷൻ ഇൻ റെസ്പെക്ട് ഓഫ് പ്രോഫിറ്റ് ഫ്രം ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിംഗ്. ഇനിയിപ്പോൾ ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിങ്ങിനാണെങ്കിൽ അങ്ങനെ. ഇനി അതർ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്, അതിനും എന്താണ് ഇൻഫ്രാസ്ട്രക്ചർ, അതിന് പുറമെയുള്ള ചില നിർമ്മാണ പ്രവർത്തനങ്ങൾക്കെല്ലാം ഡിഡക്ഷൻ കിട്ടുന്നതാണ്. ഡിഡക്ഷൻ ഓഫ് റെസ്പെക്ട് ഓഫ് പ്രോഫിറ്റ് ഫ്രം ഹൗസിംഗ് പ്രോജക്റ്റ്, എന്തെങ്കിലും ഹൗസിംഗ് പ്രോജക്റ്റ് ആണെങ്കിൽ അതിനും എന്തുണ്ട്, ഡിഡക്ഷൻ. ടോട്ടൽ ഇൻകത്തിലെ കണ്ടീഷൻസ് ഓഫ് ഡിഡക്ഷൻ, പേഴ്സണൽ എക്സ്പെൻഡിച്ചർ ഒക്കെ നമ്മൾ റെസ്പെക്ട് ഓഫ് ഹാൻഡിക്രാഫ്റ്റ് എന്ന് പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ എന്താ ഡിഡക്ഷൻസ് ആ പറയുന്നത്, ഏതൊക്കെ തരത്തിലുള്ള ഡിഡക്ഷൻ ആണ് കിട്ടുന്നത് എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വേറെ എന്തിനാ കിട്ടുന്നത്, ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിങ്ങിന് കിട്ടുന്നുണ്ട്, ഹൗസിംഗ് പ്രോജക്റ്റിന് കിട്ടുന്നുണ്ട്, പ്രോഫിറ്റ് ഗെയിൻസ് അണ്ടർടേക്കിംഗ് സ്പെഷ്യൽ കാറ്റഗറി ഓഫ് സ്റ്റേറ്റ്സ് അല്ലേ. സ്പെഷ്യൽ കാറ്റഗറി സ്റ്റേറ്റ്സിൽ ഡിഡക്ഷൻ ഉണ്ട്. പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസ് അണ്ടർടേക്ക്, എന്തെങ്കിലും പ്രോഫിറ്റ് ഗെയിൻ കൂടുതൽ ലാഭം കിട്ടുകയാണെങ്കിൽ അതിൽ നിന്ന് എന്തുണ്ട്, അതിലും എന്തുണ്ട്, ഒരു ഇതുണ്ട് ഡിഡക്ഷൻ. ആൻഡ് ഡിഡക്ഷൻ ഇൻ റെസ്പെക്ട് ഓഫ് എലിജിബിൾ സ്റ്റാർട്ടപ്പ്, എന്തെങ്കിലും എലിജിബിൾ സ്റ്റാർട്ടപ്പ് ഉണ്ടാവുകയാണെങ്കിൽ അതിനുണ്ട് ഡിഡക്ഷൻ. ഡിഡക്ഷൻ റെസ്പെക്ട് ഓഫ് പ്രോഫിറ്റ് ഗെയിൻസ് എ ബിസിനസ് ഓഫ് ഹോട്ടൽ കൺവെൻഷൻ സെൻറ്റർ സ്പെസിഫൈഡ് ഏരിയ, അതായത് ഹോട്ടലോ കൺവെൻഷൻ സെൻറ്ററോ അങ്ങനത്തെ ഒന്ന് തുടങ്ങുകയാണെങ്കിൽ അതിനും എന്തുണ്ട് ഡിഡക്ഷൻ. ഡിഡക്ഷൻ ഫോർ റെസ്പെക്ട് ഓഫ് സർട്ടൻ അണ്ടർടേക്കിംഗ് ക്യാരിങ് ബിസിനസ് ഇൻ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്. നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റിന് സെക്ഷൻ 80E പ്രകാരം എന്ത് കൊടുക്കുന്നുണ്ട്, ഡിഡക്ഷൻ കൊടുക്കുന്നുണ്ട്. Reduction in respect of profit in gain from business for collecting, processing of biodegradable waste. ബയോഡിഗ്രേഡബിൾ വേസ്റ്റിന് എന്ത് കൊടുക്കുന്നുണ്ട്, ഡിഡക്ഷൻ കൊടുക്കുന്നുണ്ട്. ഡിഡക്ഷൻ ഇൻ റെസ്പെക്ട് ഓഫ് എംപ്ലോയ്മെൻറ്റ് ഇൻ ന്യൂ റെഗുലർ വർക്ക്മാൻ. ഡിഡക്ഷൻ ഇൻ റെസ്പെക്ട് ഓഫ് എംപ്ലോയ്മെൻറ്റ് ഇൻ ന്യൂ റെഗുലർ, അതായത് ന്യൂ റെഗുലർ വർക്ക്മാൻ എന്തുണ്ട്, ഡിഡക്ഷൻ ഉണ്ട്. നെക്സ്റ്റ്, ഡിഡക്ഷൻ റെസ്പെക്ട് ഫോർ സർട്ടൺ ഇൻകം ഓഫ് ഓഫ്ഷോർ ബാങ്കിങ് യൂണിറ്റ് ആൻഡ് ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ സർവീസിൻ്റെ കാര്യത്തിലും ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ സർവീസിന് ഡിഡക്ഷൻ. നെക്സ്റ്റ്, ഡിഡക്ഷൻ ഇൻ റെസ്പെക്ട് ഓഫ് റോയൽറ്റി ഇൻകം, റോയൽറ്റി ഇൻകത്തിന് ഡിഡക്ഷൻ. ഡിഡക്ഷൻ ഇൻ റെസ്പെക്ട് സേവിംഗ് ബാങ്ക് ആൻഡ് ഇൻട്രസ്റ്റ്, സേവിംഗ് ബാങ്ക് അക്കൗണ്ട്സിനും ഡിഡക്ഷൻ. ഓക്കെ, ഇതിന് ഒബ്ജക്റ്റീവ്സ് എന്താ പറയുന്നത്, അണ്ടർസ്റ്റാൻഡ് ദ വേരിയസ് ഡിഡക്ഷൻ അവൈലബിൾ ഫ്രം ഗ്രോസ് ടോട്ടൽ ഇൻകം, കാൽക്കുലേറ്റ് ദ എമൗണ്ട് ഓഫ് ഈച്ച് ഡിഡക്ഷൻ, അണ്ടർസ്റ്റാൻഡ് ദ വേരിയസ് ഡിഡക്ഷൻ അവൈലബിൾ ഫ്രം ഗ്രോ. വേരിയസ് ഡിഡക്ഷൻ അവൈലബിൾസ് ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. വേരിയസ് മീൻസ് പല രീതിയിലുള്ള പല ഡിഡക്ഷൻ കിട്ടുന്ന ഡിപ്പാർട്ട്മെൻറ്റിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്തത്. അതിൻ്റെ ഒബ്ജക്റ്റീവ്സിൻ്റെ കൂടെ തന്നെ എന്താണ്, അത് ഒബ്ജക്റ്റീവ്സും ആണ്. ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ ഒരു യൂണിറ്റ് പഠിച്ചു കഴിയുമ്പോഴേക്കും എന്നും നമുക്ക് മനസ്സിലാക്കാം. അല്ലാതെ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത് എന്താണ്, ഒരു എസ്സേ ഓറിയൻറ്റഡ് ആയിട്ടാണ് മിസ് ഇപ്പോൾ ഡിസ്കസ് ചെയ്ത എല്ലാ പോയിന്റ്സും ഒരു എസ്സേ ബേസ് ചെയ്താൻ പറ്റുന്നതാണ്. ദെൻ ഇതിൽ ഇൻട്രൊഡക്ഷൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇൻകം ടാക്സ് ലോസ് കണ്ടൻ സർട്ടൻ പ്രൊവിഷൻസ് വിച്ച് ഇൻറ്റൻഡഡ് ആക്ട് ഓഫ് ഇൻസെൻറ്റീവ്
അച്ചീവിങ് സർട്ടൺ ഡിസൈറബിൾ ഓഫ് സോഷ്യോ എക്കണോമിക് ഒബ്ജക്റ്റീവ്സ്. ഇൻസെൻറ്റീവ് എന്ന് കേട്ടിട്ടില്ല നിങ്ങൾ? ഇൻസെൻറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ? പിന്നെ ഗവൺമെൻറ് എംപ്ലോയീസിന് കിട്ടുന്ന ഒരു കൺസെഷനാണ് ഇൻസെൻറ്റീവ് എന്ന് പറയുന്നത്. ബൈ റെഡ്യൂസിങ് ദ ചാർജബിൾ ഇൻകം ദീസ് പ്രൊവിഷൻസ് റെഡ്യൂസ് ടാക്സബിൾ ലാബിലിറ്റി ഇൻക്രീസ് ദ പോസ്റ്റ് ടാക്സ്. അതായത് എന്ത് ചെയ്യാണ്? റെഡ്യൂസ് ചെയ്യണം അവരുടെ ഈ ഒരു ഇൻകത്തിൽ നിന്ന് ഇത് റെഡ്യൂസ് ചെയ്യുന്നതിന് പറഞ്ഞാൽ ഡിഡക്ഷൻസ് ഫ്രം ഗ്രോസ് ടോട്ടൽ ഇൻകം. എന്താണ് ഡിഡക്ഷൻ ഫ്രം ഗ്രോസ് ടോട്ടൽ ഇൻകം? ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് കമ്പ്യൂട്ടേഷൻ ഇൻകം ഈസ് വർക്കിംഗ് ദ ഇൻകം അണ്ടർ ഇൻഡിവിജ്വൽ ഹെഡ്സ് ഓഫ് ഇൻകം. കമ്പ്യൂട്ടേഷൻ അണ്ടർ ഈച്ച് ഓഫ് ഹെഡ്സ് എക്സ്പെൻസ് ഇൻസിഡൻ്റ് ഏർണിംഗ് ഇൻകം. ദ അഗ്രിഗേറ്റ് ഓഫ് ഇൻകം ഫ്രം നോൺ ആസ് ഗ്രോത്ത്. ദ അഗ്രിഗേറ്റ് ഓഫ് ഇൻകം ഫ്രം ഹെഡ്. എന്താണ് ഗ്രോസ്? ഓക്കെ, എന്താണ് ഗ്രോസ് ടോട്ടൽ ഇൻകം? ഗ്രോസ് ടോട്ടൽ ഇൻകം എന്നാൽ എന്ത്? ദ അഗ്രിഗേറ്റ് ഓഫ് ഇൻകം ഫ്രം ക്യാഷ് നോൺ ആസ് ഗ്രോസ് ടോട്ടൽ ഇൻകം. ടോട്ടൽ ഇൻകം ഈസ് അക്കോർഡിംഗ്ലി കമ്പ്യൂട്ടഡ് ആസ് അണ്ടർ. എന്താ? ടോട്ടൽ ഇൻകം ഈസ് അക്കോർഡിംഗ്ലി കമ്പ്യൂട്ടഡ്. ടോട്ടൽ ഇൻകം, ടോട്ടൽ ഇൻകം എങ്ങനെയാണ് കമ്പ്യൂട്ട് ചെയ്യുന്നത്? ഇൻകം ഫ്രം സാലറീസ്. ടോട്ടൽ ഇൻകം അക്കോർഡിംഗ് കമ്പ്യൂട്ടഡ്. എങ്ങനെയൊക്കെയാണ് ടോട്ടൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നത്? എന്തിനൊക്കെ റിലേറ്റ് ചെയ്താണ്? പേഴ്സണൽ എക്സ്പെൻഡിച്ചറും. അപ്പോൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത് എന്തൊക്കെയാണ്? പേഴ്സണൽ റെസ്പെക്റ്റ് ഓഫ് ആൻറ്റി ക്ലാപ്പ് നമ്മൾ ഡിസ്കസ് ചെയ്യാനുണ്ട് അല്ലേ? ഇതിൽ പേഴ്സണൽ എക്സ്പെൻഡിച്ചറിൽ വരുന്ന ചില നോട്ട്സാണ് മിസ് പറയുന്നത്. നമ്മൾ ഇത് ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് റെസ്പെക്ട് ടു ഹാൻഡിക്രാഫ്റ്റ്. എന്താണ് ടോട്ടൽ ഇൻകം അക്കോർഡിംഗ്ലി കമ്പ്യൂട്ടഡ് ഇൻ? ടോട്ടൽ ഇൻകത്തിൽ വരുന്നത് ഇൻകം ഓഫ് ഫ്രം സാലറീസ്, അത് ടോട്ടൽ ഇൻകത്തിൽ വരും. പിന്നെ ഇതിൽ വരുന്നത് ടോട്ടൽ ഇൻകം ഹൗസ് പ്രോപ്പർട്ടിയിൽ ടോട്ടൽ ഇൻകം വരും. പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസ് ഓഫ് ബിസിനസ് ആൻഡ് പ്രൊഫഷൻ. നമ്മളൊരു പോയിന്റ്, ഒരു പാർട്ടിന് ഹെഡിങ് തന്നെ ആയിരുന്നില്ല എന്ത്? പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസ് ഓഫ് ബിസിനസ് ആൻഡ് പ്രൊഫഷണൽ. അത് നമ്മളെ ഹെഡിങ് ആണ്. നമ്മൾ അത് തന്നെ എന്തിൽ വരുന്നതാണ്? ഇൻകം അക്കോർഡിംഗ്ലി ടോട്ടൽ ഇൻകത്തിൽ ഇൻക്ലൂഡഡ് ചെയ്തിട്ടുള്ളതാണ്. നെക്സ്റ്റ് അത് ഇൻകം ഫ്രം അതർ സോഴ്സസ്. ഇൻകം ഫ്രം അതർ സോഴ്സസ്. ഇതെന്താണ് ഗ്രോസ് ടോട്ടൽ ഇൻകം? അതായത് ഡിഡക്ഷൻ ആണ് അണ്ടർ ചാപ്റ്റർ 7th നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു അല്ലേ? ടോട്ടൽ ഇൻകം. എന്തിനാ ടോട്ടൽ ഇൻകം എന്ന് പറഞ്ഞാൽ എന്താ? ഡിഡക്ഷൻ ഷുഡ് ബി ക്ലെയിംഡ് ഓൺ അസസി. അലൗഡ് ഡിഡക്ഷൻ ആർ ഡിഡക്ട് ഫ്രം ഗ്രോസ് ടോട്ടൽ ഇൻകം. ടോട്ടൽ ഡിഡക്റ്റബിൾ എമൗണ്ട് കനോട്ട് എക്സീഡ് ഗ്രോസ് ടോട്ടൽ ഇൻകം ഓൺ ഡിമാൻഡ്. ഡിഡക്ഷൻസ് ഓൺ എൻകറേജ് സേവിങ്സ്. അത് എലിജിബിലിറ്റി എന്തൊക്കെ അതിൽ വരിക? ഡിഡക്ഷൻ ടു എൻകറേജ് സേവ് എന്ന് പറയുന്നൊരു ഹെഡിങ് ഉണ്ട്. എന്താണ് ഡിഡക്ഷൻ? എങ്ങനെ വരുന്ന കിഴിവാണ്? എൻകറേജ് സേവിങ്സ് എൻകറേജ് ചെയ്യാനുള്ള ചില ഡിഡക്ഷൻസ് ഉണ്ട്. അതിൽ ഒന്നാമത്തെ പോയിന്റാണ് എലിജിബിലിറ്റി ഓഫ് അസസീസ് ആസ് കണ്ടീഷൻസ് ഓഫ് ഡിഡക്ഷൻ ആൻഡ് ഡിഡക്ഷൻ ഓഫ് റെസ്പെക്ട് കൺട്രിബ്യൂഷൻ പേഴ്സൺ ഓഫ് ഫണ്ട്സ്. നെക്സ്റ്റ് എലിജിബിലിറ്റി ഓഫ് അസസി ആൻഡ് കണ്ടീഷൻസ് ഓഫ് ഡിഡക്ഷൻ. ഓക്കെ, റെസ്പെക്ട് പേഴ്സണൽ എക്സ്പെൻഡിച്ചറിലാണ് നമ്മളിപ്പോൾ ഡിസ്കസ്. ഇനി റെസ്പെക്ട് ഓഫ് ഹാൻഡിക്യാപ്ഡ്. അപ്പോൾ പിന്നെ നമ്മൾ നോക്കാതെ തന്നെ പറയാൻ പറ്റും അല്ലേ? ഹാൻഡിക്യാപ്പിന് എന്തുണ്ട്? കൺസെഷൻ ഉണ്ട് അല്ലേ? അവിടെ ജോലിയിൽ തന്നെ അവർക്ക് കൺസെഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഡിഡക്ഷൻ ഓഫ് റെസ്പെക്ട് കോൺട്രിബ്യൂഷൻ ഓഫ് പേഴ്സൺ സെൻട്രൽ ഗവൺമെൻറ്. അതായത് സെക്ഷൻ 8CCPയിലാണ് ഇതിൽ റെസ്പെക്ട് ഓഫ് ഹാൻഡിക്യാപ്പിൽ എന്നുള്ള സെക്ഷനിൽ അവർക്ക് കൺസെഷനുള്ള കാര്യങ്ങൾ പറയുന്നത്. നെക്സ്റ്റ് ഇതിൽ പറയുന്നത് മാക്സിമം ഡിഡക്ഷൻ ഷാൾ. ഒരു ചാർട്ട് കൊടുത്തിട്ടുണ്ട്, നമ്മൾ നോട്ട് പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ കറക്റ്റായിട്ട് ഒരു ചാർട്ട് കൊടുത്തിട്ടുണ്ട്. അതിലെന്തുണ്ട്? പേഴ്സണൽ എക്സ്പെൻഡിച്ചറും റെസ്പെക്ട് ഹാൻഡിക്യാപ്ഡ് കണ്ടീഷൻസ് ഓഫ് ഡിഡക്ഷൻ കറക്റ്റ് കണ്ടന്റ് ബേസ്ഡ് ചാർട്ടാണ്. അത് നമ്മൾ നോട്ട് പ്രൊവൈഡ് ചെയ്യുമ്പോൾ അതിലുണ്ട്, അത് ശ്രദ്ധിക്കുക. ഓക്കെ, അറ്റ് ലാസ്റ്റ് ഡിഡക്ഷൻ ഫോർ സർട്ടൺ പേഴ്സണൽ എക്സ്പെൻഡിച്ചർ. അതിലാണ് എലിജിബിലിറ്റി കണ്ടീഷൻസ് ഓഫ് ഡിഡക്ഷൻ. അതന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്യും. നമ്മളെ ടോട്ടൽ ഇൻകം ബേസ് ചെയ്തിട്ടാണ് ഓരോന്നിനും ഓരോ ഡിഡക്ഷൻ കൊടുക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു കാര്യം, ഡിഡക്ഷൻ എന്ന് പറഞ്ഞാൽ കിഴിവാണ്. അവർക്ക് കിട്ടുന്ന മെഡിക്കൽ ഇൻഷുറൻസിലും അവർ റെന്റ് വാങ്ങുന്നത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തത് കറക്റ്റ് എസ്സേ ക്വസ്റ്റ്യൻസ് ആണ് അല്ലേ? നമുക്ക് എന്താണ് വണ്ടി വാങ്ങുമ്പോൾ അവർക്ക് വെഹിക്കിൾ ഡിവിഡൻഡ്, മെഡിക്കൽ ഇൻഷുറൻസ് ഡിവിഡൻഡ്, ദെൻ അപകടത്തിൻ്റെ അല്ലെ ആക്സിഡന്റ് വരുമ്പോഴുള്ള ഡിവിഡൻഡ്, അതൊക്കെ എന്തിൽ ഉൾപ്പെടുന്നു? അവിടെ ഈ ഒരു ടോട്ടൽ ഇൻകം റിലേറ്റഡ് ആയിട്ട് ഡിവിഡൻഡ് ആയി കിട്ടുന്ന ഏരിയയാണ്. അതൊക്കെ എസ്സേക്ക് എന്തായാലും നിങ്ങൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഓക്കെ.